ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ പച്ചക്കറിയുടെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയാണേ. കണ്ടോ, നമ്മുടെ തക്കാളി ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇത് ടെറസിൻ്റെ മുകളിൽ നമ്മൾ മുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ് കണ്ടോ. അപ്പം ഇത് മധുരക്കിഴങ്ങ്, ഇത് നമ്മുടെ പുതിന, അടുത്ത പച്ചമുളക് ഉണ്ട്, പച്ച കാന്താരി, 2 തരം കാന്താരി ഉണ്ട്. ഇതിലിപ്പം നിറയെ മുളകുണ്ട് ഈ കാന്താരിയിൽ. ഇത് വഴുതന ഉണ്ടായി വരുന്നു. അപ്പം ഇതാ കണ്ടോ, അടുത്ത തക്കാളി ഇങ്ങനെ ഉണ്ടായി അപ്പുറത്തോട്ട് മറിഞ്ഞ് കിടക്കായിരുന്നു. അപ്പം ഇതാ കണ്ടോ, ഇത്രയും തക്കാളിയൊക്കെ ഉണ്ട്. ഇതാ മറ്റു തക്കാളി ഉണ്ടോ. അപ്പം നമുക്കിപ്പം തക്കാളി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ അമ്പലം അടുത്തായതുകൊണ്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന അതിൻ്റെ പാട്ടാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തത് പാട്ട് നിന്ന് നേരത്താണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം നമുക്ക് അതും കൂടെ കേൾക്കട്ടെ അല്ലേ. അടുത്ത പച്ചമുളക് ഉണ്ടോ, നമ്മുടെ കാന്താരി, വഴുതിന, മധുരക്കിഴങ്ങ്. ഇതാ പച്ചമുളക് കണ്ടോ, ഇത് കണ്ടോ, ഇതാ ഇങ്ങനെയുള്ള മുളക്. ഇതാ ഈ പ്രാവശ്യം കിട്ടിയ എല്ലാ മുളക് തൈകളും പിടിച്ച് കിട്ടി നമുക്ക്, എല്ലാ തരം മുളകുകളും കണ്ടോ. ഇത് കണ്ടോ, മുളക് കണ്ടോ, നിറയെ മുളകുണ്ട്. നമ്മുടെ ഉള്ളിപ്പൂവൊക്കെ ഒരുവിധം ഉണ്ടായിത്തീർന്നു, ഇനി ഉള്ളി നോക്കണം. പിന്നെ ഇതാ നമ്മുടെ കണ്ടോ പൂവ്, അകത്തിപ്പൂവ്. ഇതാ വെള്ളക്കാന്താരി കണ്ടോ, ഉള്ളിപ്പൂവ്. പിന്നെ വെള്ള ഒരു തരം മുളകുണ്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം തക്കാളി, വീണ്ടും ഇതാ തക്കാളി, ചെറിയ ഇനം തക്കാളികൾ ഇതാ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്രാവശ്യം ഇഷ്ടം പോലെ തക്കാളിയും പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. ഇതാ നമ്മുടെ ഭാസ്കര മുളകാണിത് കണ്ടോ, ഭാസ്കര എന്ന് പേരുള്ള വെള്ള മുളക്. അതങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഉണ്ടായ മുളകിന് കണക്കില്ല. ഞങ്ങൾ ഇതിൽ നിന്ന് മുളക് ഉണക്കി ചതച്ചൊക്കെ വെക്കാറുണ്ട്. ഇതാ വെള്ളക്കാന്താരി ഇല്ലോ. അപ്പം നമുക്ക് മുളകിന് ഒരു ക്ഷാമവും ഇല്ല. ഇതാ മുളക്, അടുത്ത മുളക്, ചെറിയൊരു ചെടിയാണെങ്കിലും മുളക് കണ്ടോ ഇല്ലോ, നല്ല പോലെ മുളക് പിടിച്ചിട്ടുണ്ട് ഇല്ലോ. അടുത്ത വേറൊരു വെറൈറ്റി മുളക്, ഒരു നീളൻ ടൈപ്പ് മുളക് കണ്ടോ. പ്രാവശ്യം വെച്ച എല്ലാ മുളകുകളും നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടി. ഇത് പിന്നെ നമ്മുടെ മണിത്തക്കാളി, മണിത്തക്കാളി ഇഷ്ടം പോലെയുണ്ട്. വഴുതിന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. അതിൽ നിറയെ പുല്ല് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം നമ്മൾ കയറി വന്ന് നോക്കിയില്ലെങ്കിൽ ഇതുപോലെ പുല്ല് വരും. പുല്ല് പിടിച്ചു കഴിഞ്ഞാൽ വളമെല്ലാം പുല്ല് വലിച്ചെടുക്കും. പിന്നെ നമ്മുടെ ചെടിയിൽ പൂവിടുന്നതും കായ്ക്കുന്നതൊക്കെ വൈകും. പിന്നെ ഇതാ നമ്മുടെ കറിവേപ്പ് ഉണ്ടോ. അപ്പം നല്ല ഇപ്പം പൊടിപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒടിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ഇതിനകത്ത് തണുപ്പ് വരും. അപ്പോൾ അതൊക്കെയാണ് വേപ്പിൻ്റെ വിശേഷങ്ങൾ. ഇതാ കണ്ടോ, 2 മൂട് വേപ്പുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ ആവശ്യത്തിന് പിന്നെ ഇതാ സാലഡ് വെള്ളരി ഉണ്ടാവുന്നുണ്ട്. അമര പൂവ് കണ്ടു, നിറയെ പൂവുണ്ട്, കായുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് നാളും കൂടെയൊക്കെ ഇതിൽ നിന്ന് കായൊക്കെ കിട്ടും. ഇതാ ഉണ്ടോ അമര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. നമ്മൾ നേരം വെളുത്ത് കഴിയുമ്പം ഇവരോടൊപ്പം വന്ന് കുറേ നേരമൊക്കെ ചിലവഴിച്ചാൽ നമുക്കും ഇവർ സന്തോഷം തരും. എന്താ ഒരു കാബേജ് ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ ആനക്കൊമ്പൻ വെണ്ടയാണത്. ഉണ്ടോ, പിന്നെ കാബേജ് ശരിയായി വരുന്നുണ്ട്. നമ്മുടെ മുരിങ്ങ, ഇത് നമ്മുടെ സ്ട്രോബെറി മദർ പ്ലാന്റ് ആണേ. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് പിടിപ്പിച്ച തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇത് കണ്ടോ, മദർ പ്ലാന്റിൽ നിന്ന് വേര് പിടിപ്പിച്ചെടുത്തതാണ്. ഇതാ
ഇതും അതിൽ നിന്ന് വേര് പിടിപ്പിച്ചാണ്. അപ്പോൾ സ്ട്രോബെറി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ മദർ പ്ലാന്റ് ഒരു പീരീഡ് കഴിയുമ്പോൾ അത് പോകും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പിടിപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് സ്ട്രോബെറി തൈയുണ്ട്. ആ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ കണ്ടു ഇതാ ഈ ചീര ഇതുപോലെ വലിയൊരു ഗ്രോ ബാഗാണിത്. ചീരയ്ക്ക് പറ്റിയ, അതായത് ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലാത്ത ചീര നടാൻ പറ്റിയ ഗ്രോ ബാഗിൽ ചുമ്മാ കുറച്ച് വിത്തിട്ടതാണ് കണ്ടോ, പച്ചച്ചീര. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ശംഖുപുഷ്പം ഉണ്ടായി വരുന്നുണ്ട്. നമുക്കിവിടെ ശംഖുപുഷ്പം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിത്തൊക്കെ വീണ് മുളയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും അനുഗ്രഹങ്ങളുണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.